ഇന്നത്തെ വീഡിയോ പതിവിലും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. ഇന്ന് ഒരു മേക്കപ്പും അതുപോലെ തന്നെ ഒരു ഡാൻസ് പ്രോഗ്രാമും ഒക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചായിരുന്നു ഫുൾ വീഡിയോ ഇടുകയും ചോദിച്ചായിരുന്നു. ഫുള്ളായിട്ട് എടുത്തൊന്നും ഇല്ല. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. വേറെ 14 കുട്ടികൾ വേറെ ഒരുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞത്തെ സമയമാണ്. ഇത് നമ്മുടെ ആമിയാണ്. ആമിയെ മുമ്പത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നാത്തൂൻ്റെ മോളാണ്. അപ്പം ഇത് സബ് ജില്ലാ കലോത്സവത്തിന് വേണ്ടി കൊച്ചു ഒരുങ്ങുവാണ്. ശകുന്തളയുടെ വേഷമാണ് കൊച്ചു ചെയ്യുന്നത്. അപ്പം ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്തായിരുന്നു. ഇപ്പോൾ ആമിക്ക് 4 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം മണി 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് പെട്ടെന്ന് ഒരുക്കുവാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പാൻ കേക്കും അതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കുവാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റോസ് പൗഡറും അതുപോലെ തന്നെ പേൾ പൗഡർ, ഗോൾഡൻ പൗഡറൊക്കെ മിക്സ് ചെയ്ത് അതൊരിട്ട് പിന്നെ റൂഷൊക്കെ ഇട്ട ശേഷം മേക്കപ്പ് വീഡിയോൻ്റെ ഷോർട്ട് ഇട്ടപ്പോഴത്തേന് പലരും ചോദിച്ചാൽ കണ്ണ് എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചിരുന്നു. ഇത് ഡാസ്ലേഴ്സിൻ്റെ ഐ ജെല്ലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് 250 രൂപയാണ്. നല്ലൊരു ജെല്ലാണ്, വാട്ടർ പ്രൂഫായിട്ടുള്ളതാണ്. നമ്മൾ ചങ്ങനാശ്ശേരി നല്ല ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല പ്രോഡക്റ്റ് ആട്ടോ, അത് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. വാട്ടർ പ്രൂഫാണ്. നമുക്ക് ബ്രഷ് ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റിയ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നൊരു ബ്രഷാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ ഫേസിൽ ഏറെക്കുറെ പണിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം വടയൊക്കെ വെച്ചാണ് നമ്മൾ കെട്ടിയേക്കുന്ന ഹെയർ സ്റ്റൈല്. ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഓട്ടോയിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കര ടെൻഷനിലാണ്. ടീച്ചേഴ്സ് അവിടെ സമയം പോയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. അവിടെ ചെന്നപ്പോഴത്തേന് ഗ്രൂപ്പ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. LP UP വിഭാഗത്തിൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരുങ്ങി കഴിഞ്ഞുള്ളൊരു ഭാഗമാണിത്. ശകുന്തളയായിട്ടാണ്. ആമയെ ഞങ്ങളവിടെ എടുത്ത ശേഷം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ കലോത്സവം നടക്കുന്ന സ്കൂള് ചങ്ങനാശ്ശേരിയിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളാണ്. കുറുമ്പനാടത്താണ് സ്കൂളുള്ളത്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതിനായിട്ടും പ്രോഗ്രാം ഒന്നും നടന്നില്ല. അവിടെ ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. LP കാരുടെ ഗ്രൂപ്പ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി UP കാരുടെ നാടോടിനൃത്തം. കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു ആ സമയത്ത്. വൈകുന്നേരം ഇപ്പം സമയം തന്നെ ഇപ്പം 8 മണിയോളം അടുത്തിട്ടുണ്ട്. രാത്രിയിൽ മഴ കാരണം ഒരു തരത്തിലും നമുക്കവിടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. കുട്ടികളെല്ലാം ഒരുങ്ങി ആകെ മടുത്തു പോയി. അതുപോലായിരുന്നു. നമ്മളിപ്പോൾ 4:30 നമ്മളോട് പറഞ്ഞതല്ലേ. അപ്പം ഇത്ര സമയം വൈകുമെന്നൊട്ടും പ്രതീക്ഷിച്ചുമില്ല. ഗ്രൂപ്പ് ഡാൻസുകളെല്ലാം ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. നമുക്ക് മൊത്തം വീഡിയോ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മാത്രമേ എടുത്തുള്ളൂ. ഇപ്പം സമയം 9 മണിയോട് അടുത്തിട്ടുണ്ട്. ഇപ്പം നാടോടിനൃത്തം തുടങ്ങിയേക്കുവാണ്. കൊച്ചു ഡാൻസ് തുടങ്ങുകയാണ്. ഓർക്കാപ്പുറത്ത് 34 വിളിക്കുന്നതിന് മുമ്പായിട്ട് 35 വിളിച്ചു. 35 third and final call. ശകുന്തങ്ങൾ പോറ്റിയ പെണ്ണ് മുടിയുടെ വളർത്തുമുത്തി സന്ധ്യാപൂജയ്ക്ക് പൂവിനാ തോഴി മറുത്തു നടന്നിടുമ്പോൾ കണ്ടോ ഭാരതരാജനാം ദുഷ്യന്തരേ. മണ്ണിൽ അത്തൻ ഉദിച്ചതാണോ, മന്മഥൻ ഭൂമിയിൽ വന്നതാണോ, കണ്ണടയ്ക്കാതെ നോക്കി നിന്നു അവൾ ദുഷ്യന്തരാജനെ നോക്കി നിന്നു. വായാടി നടന്ന രാജന്റെ കണ്ണുകൾ മുനികന്യകയെ കണ്ണം പറഞ്ഞു. വനദേവതയോ അപ്സരസോ ആരു നീ ചൊല്ലു മോഹനാലി. സുന്ദരി മേനക പെറ്റൊരു പെൺമണി കണ്വ
മഹർഷിതൻ വളർത്തുപുത്രി ശകുന്തളയാണു ഞാൻ രാജ. ഗാന്ധർവവിധിയാൻ മാലയിട്ട് സ്വന്തമാക്കി രാജൻ ശകുന്തളയെ. ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ആശ്രമം വിട്ട് ദുഷ്യന്തരാജൻ യാത്രയായി മുദ്രമോതിരം നൽകി യാത്രയായി. മനസ്സിലെ പ്രണയങ്ങൾ താമരയിലയിൽ ആരും കാണാതെ എഴുതി വച്ചു. ദുഷ്യന്തരാജനെ കാത്തിരുന്നു. ഉഗ്രകോപിയാം ദുർവാസാവു കണ്വാശ്രമം പൂണ്ടു. കനവിലും ഇരവിലും രാജനെ നിലച്ച ശകുന്തള ആവരം അറിഞ്ഞതില്ല. ഉഗ്രകോപത്താൽ ശപിച്ചു മാമുനി, നീ കനവിൽ നിലച്ചവൻ നിന്നെ മറന്നു പോകട്ടെ. കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞവൾ എന്നപരാധം ഓർക്കിടേണം. ശാപമോക്ഷം നൽകി മാപുരിതൻ മുദ്രപുരീയം കാണുന്ന മാത്രയിൽ അവൻ നിന്നെ ഓർത്തിടട്ടെ. ഋതുക്കൾ മാറിയിട്ടും ഉണ്ണി പിറന്നിട്ടും ദുഷ്യന്തൻ പിന്നെ വന്നതില്ല. വിധിയെ പഠിച്ചിട്ടും കണ്ണീർ വാർത്തിട്ടും പുത്രനോടൊത്തു യാത്രയാ. ഹസ്തിനപുരത്തേക്കു യാത്രയാ. വിധിലിഖിതം പോലും മുദ്രാകുലീയം മടിമധ്യെങ്ങോ നഷ്ടമായി. പരിഹാസവാക്കുകൾ ചൊല്ലി ആട്ടിയകറ്റി ശകുന്തളയെ. ബാല്യത്തിലമ്മ ഉപേക്ഷിച്ചു എന്നെ കരം കൊണ്ട കാതലോ കൈയൊഴിഞ്ഞു. പരിത്യജിക്കാൻ മാത്രം വിധിച്ചതാണോ ഉലയിലെ തീ പോലെ എൻ ജന്മം. കാലങ്ങൾ പലതു കഴിഞ്ഞു. ഒരു ദിനം മുദ്രാകുലീയം രാജന്റെ കയ്യിലെത്തി. കണ്ട മാത്രയിൽ ഓർമ്മകൾ പലതും നിന്നെ മറഞ്ഞു. വിധിവിഹിതം പോലവർ ഒത്തുചേർന്നു. ശകുന്തളേ നിങ്ങൾ ചൊല്ലു, പരിതാപം തീർന്നോ ശകുന്തളയ്ക്ക്? എങ്കിലും ഈ മണ്ണിൽ എന്നും വലയുന്നു കണ്ണീരിന്നോമായി ശകുന്തളമാ. അങ്ങനെ ഡാൻസൊക്കെ ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. പിറ്റേ ദിവസമാണ് റിസൾട്ട് വന്ന് ആൾക്ക് എ ഗ്രേഡ് ഉണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഫോളോയും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.